സാർ എൻ്റെ അമ്മ വിളിക്കുന്നുണ്ടേ. ഹലോ. ആ അമ്മേ. മോനെ ഇതുവരെ നിന്റെ മീറ്റിംഗ് കഴിഞ്ഞില്ലേ? സമയം 10 അമ്മ ഇവിടെ അത്താഴം കഴിക്കാതിരിക്കല്ലേ? എന്നാ വരാത്തെ? അതിവിടെ അരങ്ങത്തൊന്ന് കമ്മിറ്റി കഴിഞ്ഞതേ ഉള്ളൂ. ആ ഞാനിപ്പം വരും. വേഗം വാ, നോക്കി വരണേ. പെട്ടെന്ന് തന്നെ വരും. ഓക്കെ. ശരി. ഇയാള് സാധനം മേടിക്കാൻ പോയിട്ട് എത്ര സമയമായി? അതാ വരുന്നുണ്ട്. കുപ്പിയും വെള്ളം എത്തി. തിരക്കായിരുന്നു. സാധനം ഏതാ? നല്ല സാധനമാ. ഗോചാരം പോയി പിന്നെ നല്ല സാധനമല്ലേ കിട്ടുള്ളൂ. ഗണേശനാ കമ്മിറ്റി പറഞ്ഞത്. ഒട്ടും ഇഷ്ടപ്പെട്ടില്ല കേട്ടോ. നമ്മുടെ സ്ഥിര സാധനം കേട്ടോ. നല്ല സാധനം തന്നെ. അയാൾക്ക് ഇടയ്ക്കെല്ലാം അങ്ങനെ ഒരു അസുഖമുള്ള. അതൊക്കെ വിടുന്നേ, അത് അയാളുടെ സ്വഭാവം നിങ്ങൾക്ക് അറിയാമല്ലേ. അയാൾ കഴിഞ്ഞ ജനറൽ ബോർഡിൽ ഇത് തന്നെയല്ലേ പറഞ്ഞേ. അയാൾക്ക് എന്തെങ്കിലും പറയാണ്ട് സ്വകാര്യമായിട്ട് പറഞ്ഞാൽ പോരെ. അതിനെല്ലാ പ്രാവശ്യവും അയാൾ ഇതേ ഡയലോഗ് പറയും. നമ്മളത് സമ്മതിക്കും എന്തായാലും തിരിച്ചു പറയാൻ. ആ പ്രശ്നം അങ്ങ് വിട്. കാരണം വെച്ചാൽ അവൻ്റെ അറിവില്ലായ്മ കൊണ്ട് പറഞ്ഞതാണ്. അത് ഒഴിവാക്കിക്കളാം. അങ്ങനെ പോട്ടെന്നൊന്നും ഞങ്ങൾ വെക്കത്തില്ല. അത് ശരിയാ, വിട്ടുകൊടുക്കരുത്. ജോസാർ ഇത് അടിക്കേ, ഓർമ്മ അടിക്കുന്നേ. ഇതങ്ങോട്ട് വലിക്കുകയോ ചേട്ടാ. വിഷമം മാറട്ടെ. കൊള്ളാം. മിണ്ടല്ലേ, അമ്മ വിളിക്കുന്നു. ഹലോ മോനെ. അമ്മേ, നീ ഇതുവരെ അവിടെ നിന്ന് പുറപ്പെട്ടില്ല? ഞാനിവിടെ എത്തി. ആലക്കോട് പാലം കഴിഞ്ഞു. സമയം എത്രയായി? ഇപ്പം വരും. പെട്ടെന്ന് വാ. ശരി. അമ്മ ഇങ്ങനെ വിളിച്ചോണ്ടിരിക്കുകയാണല്ലോ. ആക്രാന്തം കാണിച്ച് പൈസ എത്ര മുടക്കിയതാണെന്നറിയാം? ആര് മുടക്കി? പൈസ മൊത്തം ഞാനല്ലേ ഗോജാൻ കൊടുത്തേ. കൊടുത്തെന്ന് പറഞ്ഞിട്ട് പിന്നെ അങ്ങോട്ട് ഷെയർ വാങ്ങുമല്ലോ. ഞാൻ ഇന്ന് വരെ ഷെയർ കൊടുക്കാതിരുന്നിട്ടില്ല. പിന്നെന്താ പ്രശ്നം? ഗൂഗിൾ പേ എന്ന് പറഞ്ഞിട്ട് ഗൂഗിൾ പേയിലേക്ക് നോക്കി ഞാൻ അയച്ചിട്ടില്ലേ? ഞാൻ ഇതുവരെ ഒരൊറ്റ പൈസ തരാനില്ല. അതെ, ഒന്ന് തീർത്ത് തന്നിട്ടില്ല. എപ്പോഴാണ് വന്നിട്ടുള്ളത്? ഒന്നുമല്ല, ജോസേട്ടനെ അങ്ങനെ അവഗണിച്ച് എനിക്ക് ഒട്ടും ഇഷ്ടപ്പെട്ടിട്ടില്ല. അത് ശരിയാ. പാവത്തിൻ്റെ ഇരിപ്പുണ്ടോ? അയാളുടെ സ്വഭാവം നമുക്ക് അറിയാമെന്നല്ലേ. കഴിഞ്ഞ ജനറൽ ബോഡിയിൽ അയാൾ ഇത് തന്നെയല്ലേ പറഞ്ഞേ. ഞാൻ സമ്മതിക്കത്തില്ല ജോസേട്ടാ. എന്തായാലും അവനെ അങ്ങനെ വിടുന്ന പ്രശ്നമേ ഇല്ല. ഇനി നിങ്ങളാരും കൂട്ടത്തിൽ വന്നില്ലെങ്കിലും ഞാൻ അവനെ വെറുതെ വിടൂ. പാപ്പച്ചേട്ടാ, നിങ്ങളവിടെ ഇരിക്കേ, നമ്മൾ പ്രശ്നത്തിന് പരിഹാരം ഉണ്ടാക്കാന്ന് പറഞ്ഞില്ലേ? ഇല്ല, അവനെ അടിച്ചിട്ടേ ഞാൻ ഇനി അടിക്കുള്ളൂ. ഒരു മാറ്റവും ഇല്ല ആ കാര്യത്തിൽ. ഞാനിങ്ങനെ ആയിരത്തരി യാക്കട്ട് ഞാൻ കൊടുക്കും, എന്നിട്ട് ഗണേശന് കൊടുക്കുള്ളൂ. നിങ്ങൾ അവിടെ ഇരുന്നേ. ഇത് അടിച്ചിട്ട് നമുക്ക് പ്രശ്നത്തെ പരിഹാരം ഉണ്ടാക്കാന്ന് പറഞ്ഞില്ലേ? വിട്ടുകൊടുക്കാൻ പറ്റത്തില്ല. എന്നാ ഒരു കാര്യം ചെയ്യാം, നമുക്ക് ആദ്യം ഇതങ്ങോട്ട് അടിക്കാം, എന്നിട്ട് പോയി അവനിട്ട് അടിക്കാം. ജോസേട്ടാ, നമ്മൾ ആദ്യം ഇത് അടിച്ച് തീർത്തു, എന്നിട്ട് ഗണേശന്റെ പോയി അടിക്കുന്നു. പ്രശ്നം സോൾവ്. അങ്ങനെ ഒഴിക്കേ. മിണ്ടല്ലേ, അമ്മ വിളിക്കുന്നു. എടാ മോനെ, നീ ആ തിയേറ്ററിന്റെ വളവ് കഴിഞ്ഞെന്ന് പറഞ്ഞിട്ട് സമയം എത്രയായി? ഇത് കഴിഞ്ഞു. ഞാൻ നമ്മുടെ പേരപ്പൻ്റെ വീട് കഴിഞ്ഞിട്ട് ആ വളവിലേക്ക് കയറിക്കൊണ്ടിരിക്കുക. അതാ ജോസേട്ടൻ്റെ ഒരു പൊട്ട വണ്ടി ഉണ്ടായിരുന്നേ. പുള്ളി വണ്ടി ബ്രേക്ക് ഡൗൺ ആയി. അത് പിന്നെ ജോസേട്ടനെ കൊണ്ട് വീട്ടിൽ വിട്ടിട്ട് തിരിച്ചിങ്ങനെ വന്ന് ഇപ്പം പേരപ്പൻ്റെ വീട് കഴിഞ്ഞാൽ നമ്മുടെ വളവിലേക്ക് കയറിക്കൊണ്ടിരിക്കുക. ഇതെത്തി. അത് ശരി. ഞാൻ നോക്കിയിരുന്നു എത്തി. പേരപ്പൻ്റെ വീട് കഴിഞ്ഞു, ഞാൻ അങ്ങോട്ട് എത്തി. ശരി അമ്മേ. നിങ്ങളോടല്ലേ മിണ്ടല്ലെന്ന് പറഞ്ഞാൽ പിന്നെ എല്ലാ പ്രാവശ്യവും അടിച്ചിട്ട് എൻ്റെ വണ്ടിക്കാണ് കൊണ്ടുവിടുന്നത്. അത് അവൻ്റെ ഭർത്താനം. അമ്മ ഇങ്ങനെ പറ്റിക്കല്ലടാ. ഇതെന്ത് വച്ചിട്ട് ഇത് ഒന്നങ്ങ് വലിക്കേ. കഴിക്കോ ചേട്ടാ? ചോദിക്കണോ ജോസേട്ടാ, ആ കാര്യം ഞങ്ങൾ ഇന്ന് കൈകാര്യം ചെയ്യും. എടാ, നീ പേരപ്പൻ്റെ വീട് അവിടെ എന്തൊരു സമയം എത്രയായി? അവിടെ 5 മിനിറ്റ് പോരാ ഇങ്ങോട്ട്. എന്നാ വരാത്തത്? എൻ്റെ അമ്മ, ഒരു അബദ്ധം പറ്റി. ഞാനേ കമ്മിറ്റി മീറ്റിംഗ് കഴിഞ്ഞിട്ട് ഫോൺ ഓഫീസിൽ വെച്ച് മറന്നുപോയി. എൻ്റെ ദൈവമേ, ഈ ചെറുക്കൻ്റെ ഒരു കാര്യം. എവിടെ പോയാലും എന്തെങ്കിലും മറന്നു വെച്ചിട്ട് പോരും. പെട്ടെന്ന് പോയി എടുത്തോണ്ട് വാ. ഞാൻ എടുത്തിട്ട് പെട്ടെന്ന് വീട്ടിലേക്ക് വരാം. ഇങ്ങനെ ഉത്തരവാദിത്വം ഇല്ലാത്ത ഒരു ചെറുക്കൻ. എൻ്റെ ദൈവമേ, ഇത് അവിടെ കണ്ടേച്ചാൽ മതിയായിരുന്നു. 10-15,000 രൂപയുടെ സാധനം. ഒരു 2 റൗണ്ട് അടിക്കാനുള്ള ടൈമുണ്ട്. ഇത് വിശ്വസിച്ചോടാ? അത് പറഞ്ഞ് വിശ്വസിപ്പിച്ചോളൂ. നിങ്ങൾ കൂടുതൽ ഡയലോഗ് അടിക്കാതെ ഒരു സാധനം വെച്ചെങ്കിൽ ഇങ്ങൻ്റെ മാതിരി ഒരു അമ്മ നമുക്ക് കിട്ടിയായിരുന്നെങ്കിൽ.